Everyone, myself Sri Lakshmi Nair, Assistant Professor at Electrical and Electronics Department, SNIT Adu. Today I am going to discuss about the topic voltage source inverter. This topic is beneficial for S6EE K2 students. This topic is prepared as per the K2 Kerala Technological University or K2 syllabus. And the course name of the subject is Electric Drives and course code is EE308. This topic is actually from the module 5 of the electric drives, that is VSI and CSI fed induction motor drive. The topic is voltage source inverter. So let us discuss about the topic voltage source inverter. Let us discuss about the topic. What do you mean by voltage source inverter fed induction motor drive? നമ്മൾ കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ മൊഡ്യൂൾ 5-ൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് എടുത്ത സമയത്ത് നമ്മൾ എന്താണ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, എന്താണ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് വോൾട്ടേജ് സോഴ്സ് ഫീഡ് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറിനെയാണ് നമ്മൾ ഒരു സ്റ്റിഫായിട്ടുള്ള ഡി സി വോൾട്ടേജ് സോഴ്സ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്നും, കറണ്ട് സോഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് സ്റ്റിഫ് കറണ്ട് സോഴ്സിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മളൊരു കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും കറണ്ട് സോഴ്സ് ഇൻവെർട്ടറും സൈക്ലോ കൺവെർട്ടറും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു VFD വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൽ നമ്മൾ ഒരു ഇൻഡക്ഷൻ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉപയോഗിച്ച് നമ്മളൊരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ VSI allows a variable voltage, variable frequency AC supply obtained from a DC supply. Normally, the self-commutating devices like MOSFET, IGBT, power transistors are used in VSI. VSI can operate as a step-to-wave inverter or a PWM inverter. In a step-to-wave inverter, the output frequency can be controlled by controlling the turn-on time of switches, and output voltage can be controlled by controlling the input DC voltage. In a PWM inverter, the output voltage and frequency can be controlled within the inverter by PWM technique. നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഒരു വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി AC സപ്ലൈ ഒരു DC സപ്ലൈയിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇൻവെർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? DC AC ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി AC ആണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് VSI എന്ന് പറഞ്ഞു. അപ്പം VSIയിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റും IGBTയും പവർ ട്രാൻസിസ്റ്ററും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നതും IGBTയും പവർ ട്രാൻസിസ്റ്ററും എല്ലാം സെൽഫായിട്ട് കമ്മ്യൂട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യും. സെൽഫായിട്ട് ടേൺ ഓഫ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള സ്വിച്ചസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെ നമുക്ക് സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടറായിട്ടും PWM ഇൻവെർട്ടറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടർ നമ്മളൊരു സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചസിൻ്റെ ടേൺ ഓൺ ടൈമിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻപുട്ട് DC വോൾട്ടേജിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ PWM ഇൻവെർട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെയും ഫ്രീക്വൻസിയെയും നമുക്ക് ഇൻവെർട്ടറിനുള്ളിൽ തന്നെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്. നിങ്ങൾ ഓൾറെഡി പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്കൊക്കെ പവർ ഇലക്ട്രോണിക്സിനകത്തിലും അനലോഗ് ഇലക്ട്രോണിക്സിനകത്തിലും ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു PWM ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടറും PWM ഇൻവെർട്ടറും പഠിക്കാൻ പോവാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു VSIയുടെ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ ഓൾറെഡി പവർ ഇലക്ട്രോണിക്സിനകത്തിൽ പഠിച്ചതാണ്. ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 120 ഡിഗ്രി മോഡിലും 180 ഡിഗ്രി മോഡിലും ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 2 മോഡ്സ് ഓഫ് ഓപ്പറേഷനും അവിടെ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറയുന്നത് സ്റ്റെപ്ഡ് വേവ് ഫോം ആയിരിക്കും എന്നും ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇനി നമ്മൾ എന്താണെന്നും PWM ഇൻവെർട്ടർ എന്താണെന്നും പഠിക്കാൻ പോവാണ്. ആദ്യം സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടർ. സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടറിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ ഓൺ ടൈമും വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് വോൾട്ടേജുമാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം സ്റ്റെപ്പ് ടു വേവ് ഇൻവെർട്ടറിൻ്റെ സപ്ലൈ DC ആണെങ്കിൽ when supply is DC, the variable DC input is obtained by connecting a chopper between DC supply and inverter.
ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. നമ്മുടെ കയ്യിലുള്ള സപ്ലൈ DC ആണ്. നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത് DC AC ആക്കി മാറ്റാനാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സപ്ലൈ DC ആണെങ്കിൽ അതിനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റണം? ഒരു വേരിയബിൾ DC ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് DC വേരിയബിൾ DC ആക്കുന്ന ഡിവൈസാണ് ചോപ്പർ. ചോപ്പറിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഫിക്സഡ് DC വേരിയബിൾ DC ആക്കി മാറുന്നു. ഇനി ചോപ്പറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടിയ വേരിയബിൾ DCയെ നമ്മളൊരു DC ലിങ്കിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു LC ഫിൽറ്റർ ഒരു DC ലിങ്കിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള ഈ വേരിയബിൾ DCയെ നമ്മൾ എവിടേക്ക് കൊടുക്കും? ഒരു 6 സ്റ്റെപ്പ് ഇൻവെർട്ടറിലേക്ക് കൊടുക്കും. ആ 6 സ്റ്റെപ്പ് ഇൻവെർട്ടർ എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്? ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ സപ്ലൈ AC ആണെങ്കിൽ എന്ത് ചെയ്യും? In supply is AC, the variable DC input is obtained by connecting a controlled rectifier between AC supply and inverter. നമ്മുടെ സപ്ലൈ AC ആണ്, നമുക്ക് വേണ്ടത് DC ആണ്. ACയെ വേരിയബിൾ DC ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? AC സപ്ലൈ നമ്മളൊരു കൺട്രോൾഡ് റെക്ടിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേരിയബിൾ DC ആയി കിട്ടും. അതിനെ നമ്മൾ റിപ്പിൾസ് ഒക്കെ കളയാൻ വേണ്ടി നമ്മൾ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു. ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതിനെ നമ്മൾ വീണ്ടും ഒരു 6 സ്റ്റെപ്പ് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നു. അത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കുന്നു. അന്നേരമാണ് ഈ 6 സ്റ്റെപ്പ് ഇൻവെർട്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. അതെടുത്ത് നമ്മൾ അങ്ങോട്ട് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ സ്റ്റെപ്പ് വേവ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറേ ഡ്രോബാക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഇൻവെർട്ടർ ഹാസ് ലാർജ് ലോ ഫ്രീക്വൻസി ഹാർമോണിക് കണ്ടന്റ്. നമ്മുടെ സ്റ്റെപ്പ് വേവ് VSI ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിന് ലോ ഫ്രീക്വൻസി ഹാർമോണിക് കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഇനി ലോ ഫ്രീക്വൻസി ഹാർമോണിക് കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു മെഷീൻ എന്താണ് സംഭവിക്കുന്നത്? മോട്ടറിന് ലോസസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മെഷീനെ ഡീറേറ്റിംഗ് സംഭവിക്കും. ഇനി നമ്മുടെ ഹാർമോണിക്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? പൾസേറ്റിംഗ് ടോർക്കിനെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഒരിക്കലും യൂണിഫോം ടോർക്കിനെ അത് ഡെവലപ്പ് ചെയ്യത്തില്ല. ഇനി പർട്ടിക്കുലർ ഹാർമോണിക്സ്, അതായത് ഓഡ് ഹാർമോണിക്സ് ആയ 5, 7, 11, 13 ഇത്രയുള്ള ലോ ഫ്രീക്വൻസി ഹാർമോണിക്സിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഇത്രയുമുള്ള 5th ഓർഡറും 7th ഓർഡറും 11th ഓർഡറും 13th ഓർഡറും ഈ ഹാർമോണിക്സ് കാരണമാണ് കൂടുതലും നമുക്ക് എന്തുണ്ടാവുന്നത്? പൾസേറ്റിംഗ് ടോർക്ക് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ദ ഹാർമോണിക് കണ്ടന്റ് ഇൻ കറണ്ട് ഇൻക്രീസസ് അറ്റ് ലോ സ്പീഡ്. നമ്മുടെ ലോ സ്പീഡിൽ നമ്മുടെ കറണ്ടിൻ്റെ ഹാർമോണിക് കണ്ടന്റിന് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ലോ സ്പീഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഹാർമോണിക് കണ്ടന്റ് കൂടുന്നത് കൂടാതെ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും? സാച്ചുറേഷനിലേക്ക് പോകും. മെഷീൻ സാച്ചുറേഷനിലേക്ക് പോകുന്നത് ഹൈ VBF റേഷ്യോയുടെ വാല്യൂ നമുക്ക് ഹൈ ആയിട്ട് കിട്ടുമ്പോൾ മെഷീൻ എന്തിലേക്ക് പോകുന്നു? സാച്ചുറേഷനിലേക്ക് പോകുന്നു. ഈ സമയത്ത്, അതായത് മെഷീൻ സാച്ചുറേഷനിലും ആയി, അതുപോലെ തന്നെ മെഷീൻ എന്ത് സംഭവിച്ചു? ഹാർമോണിക് കണ്ടന്റ് കൂടി. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ മെഷീനിന് ഉണ്ടാവുന്നത് ഓവർ ഹീറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ മോട്ടർ എന്താവും? ഓവർ ഹീറ്റ് ആവും. അപ്പോൾ ലോ സ്പീഡിൽ ഇത് ഓവർ ഹീറ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിന് ഇത്രയൊക്കെ ഡ്രോബാക്സ് ഉണ്ടെങ്കിലും ഇതിന് കുറേ ഫീച്ചേഴ്സും ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പം നമുക്ക് സ്റ്റെപ്പ് വേവ് VSIയുടെ ഡ്രോബാക്സിലേക്ക് പോവാം. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഇൻവെർട്ടർ ഹാസ് ലാർജ് ലോ ഫ്രീക്വൻസി ഹാർമോണിക് കണ്ടന്റ്. Low frequency harmonics increases motor losses and causes derating of motor. Motor develops pulsating torque due to harmonics 5th order, 7th order, 11th and 13th. Harmonic content in the current increases at low speed. The machine saturates at low speeds due to high VBF ratio. These two effects overheats the machine at low speed. ഇനി നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു സ്റ്റെപ്ഡ് VSI ഉപയോഗിച്ചുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റെപ്ഡ് VSI ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഫോർ മൾട്ടി മോട്ടർ ഡ്രൈവ്. മൾട്ടി മോട്ടർ ഡ്രൈവിനാണ് നമ്മുടെ സ്റ്റെപ്ഡ് VSI അഡ്വാൻറ്റേജസ്. മൾട്ടി മോട്ടർ ഡ്രൈവ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇനി ദ ഡൈനാമിക് ബിഹേവിയർ, ഇതിൻ്റെ അതായത് ഒരു സ്റ്റെപ്ഡ് വേവ് VSI ഉപയോഗിച്ചാലുള്ള ഡൈനാമിക് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ ഫെയർലി ഗുഡ് ആയിരിക്കും. അതായത് ഹൈ സ്പീഡിൽ, ലോ സ്പീഡിലാണ് ഈ ഹാർമോണിക് കണ്ടന്റ് ഒക്കെ വരുന്നത്. ഹൈ സ്പീഡ് ആകുമ്പോഴത്തേന് അതിൻ്റെ ഡൈനാമിക് ബിഹേവിയർ ഇറ്റ്സ് ഗുഡ് ആയിരിക്കും. ഇനിയും ഡൈനാമിക് ബ്രേക്കിംഗ് നമുക്ക് നടക്കും. അതുപോലെ തന്നെ റീജനറേഷൻ റിക്വേഴ്സ് ആൻഡ് അഡീഷണൽ കൺവേർട്ടർ കണക്ട്സ് ആൻറ്റി പാരലൽ ടു ലൈൻ സൈഡ്.
ഒരു അഡീഷണൽ കൺവെർട്ടറിനെ ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീജനറേഷൻ പോസിബിൾ ആണ്. സ്പീഡ് റിവേഴ്സൽ ഈസ് അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് ദ ഫേസ് സീക്വൻസ്. ഫേസ് സീക്വൻസിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? സ്പീഡ് റിവേഴ്സലും സംഭവിക്കും. അപ്പം നമുക്ക് ഫീച്ചേഴ്സിലേക്ക് പോവാം. ദിസ് ഈസ് അഡ്വാൻറ്റേജസ് ഫോർ മൾട്ടി മോട്ടോർ ഡ്രൈവ്. Dynamic behavior is fairly good at high speed. Dynamic braking is possible. Regeneration requires an additional converter connected anti-parallel to line side 1. Speed reversal is achieved by changing the phase sequence. ഇത്രയുമാണ് നമ്മുടെ ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റെപ്ഡ് VSI ഉപയോഗിച്ചാലുള്ള ഡ്രോബാക്സും പറഞ്ഞു, ഫീച്ചേഴ്സും. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? PWM ഇൻവെർട്ടറിലേക്കാണ് പോകുന്നത്. അതായത് ദ ഡ്രോബാക്സ് ഓഫ് സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടർ ക്യാൻ ഓവർകം ബൈ യൂസിങ് എ PWM ഇൻവെർട്ടർ. നമ്മുടെ സ്റ്റെപ്ഡ് വേവ് VSI ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഡ്രോബാക്സിനെ എല്ലാം നമ്മുടെ PWM ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലോ സ്പീഡിലുള്ള ഹാർമോണിക്സിനെ ഡീറേറ്റിംഗ് ആവുന്നത്, ലോസസ് ഉണ്ടാവുന്നത്, അതിനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റും. ഹിയർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ PWM ടെക്നിക്. നമ്മളിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക് ഉപയോഗിച്ചിട്ടാണ്. നോ അറേഞ്ച്മെന്റ് ഈസ് റിക്വയർഡ് ഫോർ വേരിയിങ് DC ഇൻപുട്ട് വോൾട്ടേജ്. DC ഇൻപുട്ട് വോൾട്ടേജിനെ മാറ്റാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ്സ് ഒന്നും ഇവിടെ ആവശ്യമില്ല. സോ ദ ഇൻവെർട്ടർ ക്യാൻ ബി ഡയറക്ട്ലി കണക്റ്റഡ് വെൻ സപ്ലൈ ഇസ് DC. നമ്മുടെ സപ്ലൈ DC ആണെങ്കിൽ നമുക്ക് ഈ DC സപ്ലൈ ഡയറക്റ്റ് എങ്ങോട്ട് കൊടുക്കാം? PWM ഇൻവെർട്ടറിലേക്ക് കൊടുക്കാം. ത്രൂ എ ഡയോഡ് റെക്ടിഫയർ വെൻ സപ്ലൈ ഇസ് AC. ഇനി സപ്ലൈ AC ആണെങ്കിലോ, AC ആണെങ്കിൽ അതിനെ DC ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മളൊരു ഡയോഡ് റെക്ടിഫയർ യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഡയഗ്രത്തിലേക്ക് നോക്കുക. സപ്ലൈ DC ആണ്. അപ്പോൾ നമ്മളൊരു ഫിൽറ്റർ ഉപയോഗിച്ച് ഡയറക്ട്ലി PWMലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതൊരു ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നു. ഈ സപ്ലൈ AC ആണെങ്കിലോ, AC ആണെങ്കിൽ അതിനെ DC ആക്കാൻ വേണ്ടി ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്തിട്ടുണ്ട്. റിപ്പിൾസ് മാറ്റാൻ വേണ്ടി ഒരു LC ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. ദെൻ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിനെ എടുത്തൊരു PWM ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് അതൊരു ഇൻഡക്ഷൻ മോട്ടറിലേക്ക് പോകുന്നു. അപ്പോൾ PWM ആകുമ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടർ ചെയ്ത പോലെ ചോപ്പർ സർക്യൂട്ടിനെ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഡയറക്റ്റ് DC സപ്ലൈ എങ്ങോട്ട് കൊടുക്കാം? PWM. ഇനി the PWM inverter has constant DC link voltage and uses PWM technique for both voltage control and harmonic elimination. നമ്മുടെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാനും ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാനും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറഞ്ഞാൽ PWM ടെക്നിക്കാണ്. നമുക്കറിയാം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർമോണിക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ്ഫോം ഈസ് ഇംപ്രൂവ്ഡ്. ദാറ്റ് മീൻസ് more sinusoidal with low harmonic content. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോമിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കിട്ടുന്ന വേവ് ഫോമിനകത്തിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ആ ഫ്ലക്ച്വേഷൻസിനെ എല്ലാം മാറ്റി സ്മൂത്ത് ആയിട്ടൊരു സിനുസോയിഡൽ വേവ് ഫോം, അതായത് സൈൻ വേവിനോട് കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു വേവ് ഫോം, അതായത് അപ്രോക്സിമേറ്റ്ലി സൈൻ വേവ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു വേവ് ഫോമിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാൻ പറ്റും വിത്ത് ലോ ഹാർമോണിക് കണ്ടന്റ്. ലോ ഹാർമോണിക് കണ്ടന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോമിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ടോർക്ക് പൾസേഷൻ ഈസ് മിനിമൽ ഈവൻ അറ്റ് ലോ സ്പീഡ്. ലോ സ്പീഡ് ആണെങ്കിൽ പോലും ടോർക്കിനുള്ള, അതായത് പൾസേറ്റഡ് ടോർക്ക് ഉണ്ടാവാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ ചെറുതായിരിക്കും. The power factor of the system is good as a diode rectifier is used on line side. Diode rectifier line side യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കും, ബെറ്റർ പവർ ഫാക്ടർ ആയിരിക്കും കിട്ടുന്നത്. 4 quadrant operation is possible. Dynamic braking can be employed. The single and multi-motor drive is possible. നമ്മുടെ അവിടെ സ്റ്റെപ്ഡ് വേവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു മൾട്ടി മോട്ടർ ഡ്രൈവ്. ഇവിടെ നമുക്ക് സിംഗിളും പറ്റും മൾട്ടി മോട്ടറും പറ്റും. The VSI induction motor drives are normally powered from AC supply and regeneration is possible if the rectifier used is a full converter or dual converter. നമ്മുടെ VSI ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ് നോർമലി നമ്മളൊരു AC സപ്ലൈ നിന്നാണ് പവർ ചെയ്യുന്നത്. അങ്ങനെ AC സപ്ലൈ നിന്നാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് റീജനറേഷൻ പോസിബിൾ ആക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഉപയോഗിക്കുന്ന റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു ഫുൾ കൺവേർട്ടറോ അല്ലെങ്കിൽ ഒരു ഡ്യുവൽ കൺവേർട്ടറോ യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഇൻവെർട്ടർ അല്ലെങ്കിൽ PWM ഇൻവെർട്ടർ. ഇനി നമുക്ക് സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടറിനെ PWM ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോമിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നോക്കുക, നമ്മുടെ സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടറിൻ്റെ ഉണ്ട്, PWM ഇൻവെർട്ടറിൻ്റെതും ഉണ്ട്. സ്റ്റെപ്ഡ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, ഒരു സ്റ്റെപ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ വേവ് ഫോം കിട്ടുന്നത്. 5/6 മുതൽ 5π/6 വരെ അതായത് ഒരു ഓൺ ടൈമും ഓഫ് ടൈമും പോലെയാണ് അതൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്കൊരു സ്റ്റെപ്ഡ് ആയിട്ടൊരു വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. 5π/6 മുതൽ
അടുത്ത പൈ പ്ലസ് പൈ ബൈ 6 വരെ അതെന്തായിരിക്കും, ഓഫ് ആയിട്ടിരിക്കും. ദെൻ പൈ പ്ലസ് പൈ ബൈ 6 മുതൽ അത് നെഗറ്റീവിലേക്ക് വേവ് ഫോമിനെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടറിന്റെ വേവ് ഫോം. ഇനി പി ഡബ്ല്യു എമ്മിന്റെ വേവ് ഫോം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈ ബൈ 6 മുതൽ 5 പൈ ബൈ 6 വരെയുള്ള ആ ഒരു ടൈമിംഗ് ഇല്ലേ, ആ ഒരു സമയത്ത് പി ഡബ്ല്യു എം ടെക്നിക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് മോഡുലേറ്റഡ് ആയിരിക്കും. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് പൾസേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, വേവ് ഫോം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വേവ് ഫോം, അതായത് പൈ ബൈ 6 മുതൽ 5 പൈ ബൈ 6 വരെ ഒരു 4 പൾസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് പി ഡബ്ല്യു എം ടെക്നിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ തമ്മിലുള്ള വേവ് ഫോമിന്റെ കമ്പാരിസൺ. ഇനി അടുത്തത് നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. നമ്മൾ നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോളിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവിന്റെ ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ നടത്തുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കപ്പം അതിന്റെ ഡയഗ്രത്തിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവിന്റെ ഡയഗ്രാം. ഇതിൽ നോക്കുക, ഇതിൽ നമുക്കൊരു പി ഡബ്ല്യു എം ഇൻവെർട്ടർ കാണാം. ഈ പി ഡബ്ല്യു എം ഇൻവെർട്ടറിലേക്ക് സപ്ലൈ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഡി സി സപ്ലൈ ഫീഡ് ചെയ്യുന്ന ഒരു പി ഡബ്ല്യു എം ഇൻവെർട്ടറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതായത് ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളിനകത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ലൂപ്പും ഉണ്ട്, ഔട്ടർ ലൂപ്പും ഉണ്ട്. ഇവിടെ ഇന്നർ ലൂപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്ലിപ്പ് സ്പീഡ് കൺട്രോളാണ്. ഔട്ടർ ലൂപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പീഡ് കൺട്രോളാണ്. ഇനി ഇന്നർ ലൂപ്പിനെ സ്ലിപ്പ് സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്പീഡിന്റെ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ലിപ്പ് സ്പീഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പം നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഇന്നർ കറണ്ട് ലൂപ്പും ഔട്ടർ സ്പീഡ് ലൂപ്പും ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. It employs an inner slip speed loop and outer speed loop. For a given current, slip speed has a fixed value, so slip speed loop also functions as an inner current loop. അതുകൊണ്ടാണ് നമുക്ക് തന്നെ ഇന്നർ കറന്റ് ലൂപ്പ് എന്ന് പറയാം. The drive uses ഈ ഡ്രൈവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു PWM ഇൻവെർട്ടർ ആണ്. It's fed from a DC source which has the capability of regenerative braking and 4 quadrant operation. ഇത് അതായത് നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങും 4 quadrant ഓപ്പറേഷനും എല്ലാം ഇവിടെ പോസിബിൾ ആണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവാം. ഇവിടെ നമ്മുടെ ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്ന ഒമേഗ എം, അതായത് മോട്ടറിന്റെ ആക്ച്വൽ സ്പീഡാണ് നമ്മുടെ ഒമേഗ എം എന്ന് പറയുന്നത്. ഈ ഒമേഗ എം എന്ന് പറയുന്നതിനെ നമ്മുടെ റെഫറൻസ് സ്പീഡ് ഒമേഗ എം സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. റെഫറൻസ് സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒമേഗ എം സ്റ്റാറും ഒമേഗ എമ്മും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്പീഡ് എററിനെ കിട്ടുന്നു. അപ്പോൾ അവിടെ സ്പീഡ് എറർ കിട്ടി. ഇനി നമുക്കൊരു റെഫറൻസ് വോൾട്ടേജ് സിഗ്നൽ ഒരു വി സ്റ്റാർ അവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഫ്ലെക്സ് കൺട്രോൾ കഴിഞ്ഞുള്ള ഒരു പോയിന്റിൽ നമ്മൾ വി സ്റ്റാർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വി സ്റ്റാർ എന്ന് പറയുന്ന റെഫറൻസ് വോൾട്ടേജ് സിഗ്നൽ എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ജനറേറ്റഡ് ഫ്രം എ ഫംഗ്ഷൻ ജനറേറ്റർ. ഫംഗ്ഷൻ ജനറേറ്റർ ആണ് ഒരു ഫ്രീക്വൻസി യൂസിങ് എ ഫംഗ്ഷൻ ജനറേറ്റർ. ഒരു ഫംഗ്ഷൻ ജനറേറ്റർ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ടാണ് ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്, ആരെ ജനറേറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ് കൺട്രോൾ വി സ്റ്റാറിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ദി സ്പീഡ് എറർ ഈസ് പ്രോസസ്ഡ് ത്രൂ എ സ്പീഡ് കൺട്രോളർ പി ഐ. നമ്മളൊരു സ്പീഡ് കൺട്രോളർ പി ഐ കൺട്രോളർ ഉപയോഗിച്ച് സ്പീഡ് എററിനെ പ്രോസസ്സ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതിന് നമ്മളൊരു സ്ലിപ്പ് റെഗുലേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പ് റെഗുലേറ്റർ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്ലിപ്പ് സ്പീഡ് കമാൻഡ്. ഒരു സ്ലിപ്പ് സ്പീഡ് കമാൻഡ് അല്ലെങ്കിൽ സ്ലിപ്പ് സ്പീഡ് കമാൻഡ് റെഗുലേറ്റർ ആയിട്ടാണ് നമ്മുടെ സ്ലിപ്പ് റെഗുലേറ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്ലിപ്പ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ഒരു സ്ലിപ്പ് സ്പീഡ് കമാൻഡ് ഒമേഗ എസ് എൽ സ്റ്റാർ എന്ന് പറയുന്നതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒമേഗ എസ് എൽ സ്റ്റാർ എന്ന് പറയുന്ന സ്ലിപ്പ് സ്പീഡും നമ്മുടെ ആക്ച്വൽ സ്പീഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിങ്ക്രണസ് സ്പീഡ് കിട്ടും. അപ്പം നമ്മുടെ കയ്യിലുള്ള സ്ലിപ്പ് സ്പീഡ് പ്ലസ് നമുക്കിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടിയ സ്ലിപ്പ് സ്പീഡ് പ്ലസ് ആക്ച്വൽ സ്പീഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ എന്ത് കിട്ടി? സിങ്ക്രണസ് സ്പീഡ് കിട്ടി. സിങ്ക്രണസ് സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ സിങ്ക്രണസ് സ്പീഡിന് വേണ്ടുന്ന ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, അല്ലേ? അപ്പം അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഇൻവെർട്ടറിന്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യും. ആ ഫ്രീക്വൻസിയിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്.
ഇനി നമ്മളിവിടെ മേളിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത്, അതായത് ഫംഗ്ഷൻ ജനറേറ്റർ റെഗുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വി സ്റ്റാർ എന്ന് പറയുന്നതിനെ നമ്മുടെ ആക്ച്വൽ വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു വോൾട്ടേജ് എറർ കിട്ടും അല്ലേ. ദിസ് വോൾട്ടേജ് എറർ ഈസ് പ്രോസസ്ഡ് ബൈ, ഈ വോൾട്ടേജ് എററിനെ നമ്മളൊരു വോൾട്ടേജ് കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. വോൾട്ടേജ് കൺട്രോളർ അതിനെ എന്ത് ചെയ്യുന്നു, ആ എററിന് ആനുപാതികമായിട്ടുള്ള മോഡുലേഷൻ ഇൻഡെക്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ മോഡുലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് PWM ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്കിന് വേണ്ടിയിട്ടുള്ള മോഡുലേഷൻ ഇൻഡെക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, വോൾട്ടേജ് കൺട്രോളറിൽ നിന്നാണ്. അപ്പം ഇത് നമുക്കൊന്നും കൂടെ പറയാം. ഇവിടെ നമുക്കൊരു ഇന്നർ കറണ്ട് ലൂപ്പും ഒരു ഔട്ടർ സ്പീഡ് ലൂപ്പും ഉണ്ട്. ഇന്നർ കറണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സ്ലിപ്പ് സ്പീഡ് ലൂപ്പ് തന്നെയാണ്. ഇനി നമ്മുടെ ആക്ച്വൽ സ്പീഡിനെയും റെഫറൻസ് സ്പീഡിനെയും കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു എറർ സ്പീഡ് കിട്ടുന്നു. ആ എറർ സ്പീഡിനെ നമ്മുടെ സ്പീഡ് കൺട്രോളറിൽ ഉപയോഗിച്ചിട്ട്, സ്പീഡ് കൺട്രോളർ അതൊരു PI കൺട്രോളറാണ്, അതിലേക്ക് കൊടുക്കുന്നു. അതെന്ത് ചെയ്യുന്നു, അത് നമ്മുടെ സ്ലിപ്പ് റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നു. സ്ലിപ്പ് റെഗുലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് സ്പീഡ് കമാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലിപ്പ് സ്പീഡ് കമാൻഡായ ωSL* നമുക്ക് കിട്ടുന്നു. അതും നമ്മുടെ ആക്ച്വൽ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ωms എന്ന് പറയുന്ന ആ ഒരു, അതായത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമല്ല, ശരിക്കും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ആഡറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ωSL* ωm കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു സിങ്ക്രണസ് സ്പീഡ് കിട്ടും. ഈ സിങ്ക്രണസ് സ്പീഡിന് അനുസരിച്ചുള്ള ഇൻവെർട്ടർ ഫ്രീക്വൻസി ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഫ്രീക്വൻസി നമ്മുടെ PWM ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നു. ഇനിയും ഓൾറെഡി നമ്മുടെ ആക്ച്വൽ വോൾട്ടേജ്, നമ്മുടെ മോട്ടറിലുള്ള ആക്ച്വൽ വോൾട്ടേജിനെ നമ്മുടെ വി സ്റ്റാർ, അതായത് നമ്മുടെ ഫംഗ്ഷൻ റെഗുലേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന വി സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ആ എറർ വോൾട്ടേജിനെ നമ്മൾ വോൾട്ടേജ് കൺട്രോളറിൽ കൊടുക്കുന്നു. വോൾട്ടേജ് കൺട്രോളർ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, അതായത് ഒരു മോഡുലേഷൻ ഇൻഡെക്സ്, PWM ഇൻവെർട്ടറിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡുലേഷൻ ഇൻഡെക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മോഡുലേഷൻ ഇൻഡെക്സ് PWM ഇൻവെർട്ടറിലേക്ക് പോകുന്നു. അങ്ങനെയാണ്, ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓരോ തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇതനുസരിച്ച് സ്പീഡിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ഓഫ് VSI ഇൻഡക്ഷൻ. The actual speed ωm is compared with reference speed ωm* to get the speed error. The reference signal V* for voltage control is generated from frequency using a function generator. The speed error is processed through a speed controller PI and a slip regulator to produce a slip speed command ωSL*. To produce a slip speed command ωSL*. The synchronous speed obtained by adding actual speed and slip speed determines inverter frequency. V* is compared with actual stator voltage to get the voltage error. The voltage error is processed by a voltage controller to produce the necessary modulation index variation. അതായത് നമ്മുടെ വോൾട്ടേജ് എററാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വേരിയേഷനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഇൻവെർട്ടറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഫ്രീക്വൻസി മോഡുലേഷൻ ഇൻഡെക്സും പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്താണെന്നുള്ളതും അതിൻ്റെ ഔട്ടർ, അതായത് ഒരു സ്പീഡ് കൺട്രോൾ ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിനി നെക്സ്റ്റ് ഒരു ഇതിനകത്ത് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൻ്റെയും കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിൻ്റെയും ബ്രേക്കിംഗ് ഓപ്പറേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ 5th സെമസ്റ്ററിലെ പവർ ഇലക്ട്രോണിക്സിനകത്ത് പഠിച്ചതാണ് 120 മോഡും 180 മോഡും. നിങ്ങളത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ് 120 മോഡ് ഓഫ് ഓപ്പറേഷനും 180 മോഡ് ഓഫ് ഓപ്പറേഷനും ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൻ്റെ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. Thank you.